ഗായ്സ്, അപ്പോൾ ഹന്ന പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ യൂണിയൻ ഡേ ആട്ടോ. അപ്പോൾ യൂണിയൻ ഡേയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടി ടീച്ചറോടൊപ്പം പോയത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കമ്മലാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ അനുപമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനുപമ വന്നിട്ട് അനുപമയുടെ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ച് തന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ പരിപാടി നടക്കുന്നിടത്ത് ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഉദ്ഘാടനമൊക്കെ നടത്തിയത് ശ്രീ ജയരാജ വാര്യരും പിന്നെ അതേപോലെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് MP സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആൻലി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻലീൻ്റെ കൂടെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നു. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അപ്പം മാളും നമ്മുടെ സഞ്ചരിക്കുന്ന മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ബാഗിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ അനുപമ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളൊന്നും ചെയ്തിട്ടില്ല, അവളുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ അതിൻ്റെ തിരക്കിലാട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും വരുന്നു, മേക്കപ്പൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനവിടെ വെറുതെ ഇരിക്കട്ടെ ഇവരുടെ മേക്കപ്പും കണ്ടിട്ട്. അങ്ങനെ 6 എണ്ണത്തിൻ്റെ മേക്കപ്പും എല്ലാം ഒക്കെ കഴിഞ്ഞ് വെറുതെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാട്ടോ. എന്നിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കലായി, അങ്ങോട്ട് നടക്കലായി, ഇങ്ങോട്ട് നടക്കലായി, അവിടേക്ക് നോക്കലായി, ഇവിടേക്ക് നോക്കലായി, മൊത്തത്തിൽ ഫോട്ടോമായി. ഞങ്ങൾക്ക് ആ പരിസരത്ത് കുറച്ച് നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഞങ്ങൾ ഒരുവിധം ഫോട്ടോസും വീഡിയോസൊക്കെ ഓരോ വീടിൻ്റെ മുന്നിലായിരിക്കും പരിപാടി നടക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ എത്തണേക്കാട്ടും മുന്നേ തന്നെ അവിടെ ഫാഷൻ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മിസ്സുമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അഭിനയും പോയിട്ട് അവരുടെ അടുത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ സ്വാതി മിസ്സിനെ നാണം വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാട്ടോ പിന്നെ പരിപാടികളൊക്കെ കണ്ടത്. അപ്പോൾ കുറേ നല്ല നല്ല പരിപാടി ഉണ്ടായിരുന്നു, കുറേ ഫാഷൻ ഷോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ് പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രസമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ ഡാൻസും കണ്ടിരിക്കുക കേട്ടോ. നല്ല രസമല്ലേ ഡാൻസ്. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല, നിങ്ങൾക്ക് ബോറടിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കുറേ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോൾ മിസ്സുമാർ വെറുതെ ഇങ്ങനെ ഇരുന്ന് താളം പിടിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ പിടിക്കാനാണ് പോകുന്നത്. സ്ഥലം കിട്ടുമോ ഇനി പോയി വരുമ്പോഴേക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവരുടെ ഒപ്പം പോകുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് ഹന്ന കട്ട്ലേറ്റ് അങ്ങനെ എന്തോ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാനും ആളും ചപ്പാത്തിയും അതേപോലെ അവിടെ ചിക്കൻ ഗോപിയോ അങ്ങനെ എന്തോ ആയിരുന്നു വാങ്ങിച്ച്, ചില്ലി ചിക്കനാകും. ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീണ്ടും തിരിച്ച് പരിപാടി നടക്കാനത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. വീണ്ടും അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ പോയി നോക്കി അവിടെ സീറ്റ് ഉണ്ടോയെന്ന്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 ആൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഞാനും ആളും കൂടിയിട്ട് വരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 ആൾക്കും ഏകദേശം ഒരു സൂക്കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പനി അതേപോലെ തൊണ്ടവേനക്കൊക്കെ തലേദിവസം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ മൂർത്താവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അധികം ചാടിമാറാനും നിന്നില്ല. ഞങ്ങൾ അവിടെ സീറ്റിൽ പോയിട്ട് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറേ DJ പോലത്തെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം കേട്ടിരുന്നു.
അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കസാരയൊക്കെ മാറ്റി ബ്രേക്ക് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ DJ പുറത്തുനിന്ന് വന്നിട്ട് DJ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കസാരയൊക്കെ മാറ്റി ഇനി അവിടെ ഇരുന്ന് തകർക്കണമല്ലോ ലാസ്റ്റത്തെ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കസാരകളൊക്കെ മാറ്റി ഇപ്പോൾ ഒരു ബ്രേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ നിന്നിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് സീറ്റ് അപ്പുറത്ത് നമ്മൾ കസാരൊക്കെ കൊണ്ടുവച്ച സ്ഥലത്ത് കുറച്ച് സീറ്റൊക്കെ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ വർത്തമാനങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ മെയിൻ DJ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ നേരം ഈ ചെക്കിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ടാണ് ഞാൻ ബാക്കിലാട്ടോ വരിക. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ബാക്കിലേക്ക് പോയി അവരുടെ ഒപ്പം നിന്നു. അങ്ങനെ സംഭവം കുറേയൊക്കെ നേരം ഞാൻ അവിടെ നിന്നവരുടെ കൂടെയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കിളിയെല്ലാം പാറി തുടങ്ങി. കാരണം എനിക്ക് വയ്യാണ്ടായി തുടങ്ങി. എനിക്കത് മളുവിനത് എല്ലാവർക്കും അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൈഡായി. അപ്പോൾ എനിക്ക് ആരൊക്കെയോ വീഡിയോ എടുത്തുന്ന ആൽബിസ്റ്റിനായി തോന്നുന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പോയി ഞാൻ ബാക്കിൽ സ്റ്റേജിൻ്റെ തൊട്ടടുത്തൊരു ബെഞ്ചൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി പരിപാടി കാണും. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ല പാട്ടൊക്കെ വരുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ചവിടെ വന്നിട്ട് വീണ്ടും തുള്ളിയിട്ട് ഞാൻ വീണ്ടും അവിടെ പോയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നറുനീൻ്റെയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാനതൊക്കെ കുടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി വയ്യ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടെ. ഏകദേശം 4 മണി 5 മണിക്ക് ആവാറായി. അപ്പോൾ ഞാനും വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.